നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രേതാനുഭവ കഥയാണ് പറയുന്നത്. കാരണം എൻ്റെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പ്രേത കഥകൾ കേൾക്കാനാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നവർക്കൊന്നും ഈ പ്രേതത്തിൻ്റെ കഥ കേട്ട് പേടിക്കണ്ട. ഇത് പേടിക്കുന്ന വിധത്തിലുള്ള വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ മ്യൂസിക്കോ അതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചെയ്യാതെ തന്നെ സാധാരണഗതിയിൽ പറയുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട്, ഒരുപാട് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാനൊരു ആ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. കാര്യം ഇത് നേരിട്ട് കാണുമ്പോൾ, ഞാൻ ഈ പറയുന്ന സംഭവ കഥകൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് പേടിയുണ്ടാകും. പക്ഷേ അതിന് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു അർത്ഥത്തോടു കൂടി തന്നെയാണ് ഞാനിതെല്ലാം അവതരിപ്പിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ എക്സോർസിസം, അതായത് ബാധ ഒഴിപ്പീരുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിതിൻ്റെ കൂടെയുണ്ട്. ഇന്ത്യ മൊത്തവും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. വിദേശത്തൊന്നും പോയിട്ടില്ല. ഇന്ത്യക്കകത്ത് ഇന്ത്യ 3 സ്റ്റേറ്റുകളിൽ പോകാനുള്ള ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ ചിലതൊക്കെ സാമ്യമുള്ളതാണ്. ഒരിടത്ത് ചെയ്ത സംഭവം ഏകദേശം അതുപോലെ ഇരിക്കും, അതാണ് മറ്റൊരു ഭാഗത്ത് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സാമ്യമുള്ളത് കൊണ്ടാണ് എല്ലാം പറയാത്തത്, അതിൽ വ്യത്യസ്തമായിട്ടുള്ളത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും സംഭവങ്ങൾ, പക്ഷെ വ്യത്യസ്തമാണ് അനുഭവങ്ങൾ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ജ്യോതിഷം അറിയാൻ സാധിക്കും. എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ അത് വിളിക്കുമ്പോൾ പറയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതബാധ എന്ന് വെച്ചാൽ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം പ്രേതങ്ങളുണ്ടാകും. എന്താണ് പ്രേതങ്ങൾ എന്നതിനെക്കുറിച്ച് ഞാൻ വിശദമായി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും പറയാം, പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ ആത്മാവാണ്. അതായത് ദേഹവും ദേഹിയും ഒന്നിക്കുന്ന അവസ്ഥയ്ക്ക് ജനനമെന്നും ദേഹവും ദേഹിയും വിട്ടൊഴിയുന്ന അവസ്ഥയ്ക്ക് മരണമെന്നും പറയും. അപ്പം മരിക്കുമ്പോൾ ശരീരം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ, ആത്മാവ് നഷ്ടപ്പെടുന്നില്ല. ഈ ആത്മാവ് കാലാന്തരങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു ശരീരം സ്വീകരിക്കുമ്പോൾ വീണ്ടും ഒരു ജനനം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. പക്ഷേ ഈ ആത്മാവ് അവർക്ക് വസിക്കാൻ പ്രത്യേകിച്ചൊരു സ്ഥലമുണ്ട്. അതിനാണ് നമ്മൾ പിതൃലോകമെന്ന് പറയും. അതായത് അത് പറയുന്നത് ചന്ദ്രമണ്ഡലത്തിനും ഭൂമിക്കും ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് പിതൃമണ്ഡലം, ആകാശ ഭാഗത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടേക്ക് ഇവർക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആചാരപ്രകാരം ചെയ്യേണ്ടുന്ന തർപ്പണങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രമേ അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുകയും അവർ പിന്നെ അടുത്ത ജന്മത്തിലേക്കുള്ള തയ്യാറെടുപ്പിലേക്ക് പോകാനും സാധിക്കുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് തർപ്പണങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാതിരുന്നാൽ ആ ആത്മാക്കൾ ഈ ഭൂമിയിൽ തന്നെ അലഞ്ഞു തിരിയുമെന്നും അവർക്ക് പിന്നീട് ഒരു പുനർജന്മം ബുദ്ധിമുട്ടാകുമെന്നും അതുകൊണ്ടാണ് അവരെല്ലാം പ്രേതാത്മാക്കളായി നമ്മളോടൊപ്പം തന്നെ വസിക്കുന്നതുമെന്നുമാണ് പറയുന്നതല്ല, അതാണ് പരമമായ സത്യവും. അപ്പോൾ ഈ പ്രേതങ്ങൾ, അതായത് ഒരാൾ മരിച്ചുപോയി, അയാളുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടിയില്ലെങ്കിൽ അത് പ്രേതങ്ങളായി നിൽക്കുന്നു. പക്ഷെ അത് പെട്ടെന്നൊന്നും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ അതിന് സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ചില ദുർമന്ത്രവാദികൾ അവർ ഈ ആത്മാക്കളെ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് കയറ്റിവിട്ട് അവരെ കൊണ്ട് പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യസാധ്യങ്ങൾ, പല നല്ല കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല, പല മോശമായ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകെട്ടുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവത്തിനെക്കുറിച്ച് ഇന്ന് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറയും. അതായത് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ച് കടിച്ചു എന്നൊക്കെ പറയുന്ന ചില പഴഞ്ചൊല്ലുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവ കഥയാണ് ഇത്. ഒരു പാർട്ടി എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൽ വെഞ്ഞാറമൂട് ഓഫീസിലുണ്ടാകും. ഒരു ഒട്ടുമിക്ക ആൾക്കാരെ ഇവിടെയാണ് വന്ന് കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പിന്നെ പൂജയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ജില്ലയിലാണെങ്കിലും ഇനി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ കൃത്യമായിട്ട് എത്തുകയും അതെല്ലാം പരിശോധിച്ച് പിന്നെ സമയക്രമം അനുസരിച്ച് അതിനുള്ള പൂജാവിധികൾ കൂടി അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് എൻ്റെ അടുത്ത് അതിപ്പോഴല്ല കേട്ടോ, ഇത് മുമ്പ് ഞാൻ ക്ഷേത്രത്തിലിരുന്ന സമയത്തിന് എൻ്റെ അടുത്ത് വന്നൊരു കേസാണത്. കുറച്ച് നാളായത്. അപ്പം വന്നത് ആ വീട്ടിലെ പെൺകുട്ടിക്ക്, ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് 2 കുട്ടികളാണ്. ഒരു മൂത്തത് ആൺകുട്ടി, ഇളയത് പെൺകുട്ടി. അയാൾ കല്യാണം കഴിഞ്ഞു, ഇളയത് പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു ബാധ പിടിച്ചു. ബാധയെന്ന് പറഞ്ഞാൽ ഒരു മൂട്ടം ബാധ. അതായത് ആ വീട്ടിലെ എല്ലാവരെയും ഉപദ്രവിക്കും, സകലെണ്ണത്തിനെ ഉപദ്രവിക്കും. പിന്നെ അതായത് ഈ മൂർച്ചയുള്ള ആയുധങ്ങൾ കിട്ടിയാൽ, കയ്യിൽ എന്ത് കിട്ടിയാലും എടുത്ത് അടിക്കും.
മൂർച്ചയുള്ളത് കിട്ടിയാൽ അതൊന്നും നമ്മുടെ അടുത്ത് വെട്ടുമ്പോൾ മുറിഞ്ഞു പോകുന്നൊന്നുമില്ല. അത്ര ബോധം കിട്ടുന്ന അവസ്ഥയിലാണ് ഈ പെൺകുട്ടിയുടെ പോക്ക്. അത് ഇവർക്കെല്ലാം പേടിയാണ്, കിടന്നുറങ്ങാൻ പേടി, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. കാര്യം ആഹാരം എന്തെങ്കിലും നമ്മൾ അവരുണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ഒന്നുകിൽ ഇതിനെ എടുത്ത് പുറത്ത് കളയുക, പട്ടിയുണ്ട് പട്ടിയുടെ കൂട്ടി കൊണ്ടിട്ട് കൊടുക്കുക, ഒന്നുമില്ലെങ്കിൽ ഇതിനെ തല്ലി പൊടിച്ച് തറയിലിടുക, വാഷ് ബേസിനിൽ കൊണ്ട് കമഴ്ത്തുക. അതായത് ആഹാരം വെച്ചിട്ട് ഈ പെൺകുട്ടി വരുന്നത് കാത്ത്, അതായത് നോക്കി വന്നാൽ കഥകൊക്കെ അടച്ചിട്ട് അവരെങ്ങനെയൊക്കെയാണ് കഴിയുന്നത് അത്ര ബുദ്ധിമുട്ടിലേക്ക് പോയി. കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഈ പെൺകുട്ടിയുടെ ഉപദ്രവം എന്ന് വെച്ചാൽ അതിഭയങ്കരമായ ഉപദ്രവമാണ്. അതായത് ഭ്രാന്ത് പിടിച്ചതുപോലെ, വീട്ടിൽ ഒരാൾക്ക് വരാൻ നിവൃത്തിയില്ല, അസഭ്യം പറിച്ചുള്ള ചീത്ത വിളിയൊന്നുമില്ല, ഉപദ്രവമാണ്, ശാരീരികമായിട്ടുള്ള ഭയങ്കര ഉപദ്രവം. ഈ പെൺകുട്ടി അങ്ങനെയൊന്നുമില്ലായിരുന്നു, വളരെ നല്ല ഒരു സ്വഭാവത്തിനുടമ. എന്നാൽ ഒരു ആൺകുട്ടിയുടെ ചുറുചുറുക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കാര്യപ്രാപ്തിയുള്ള, അതായത് വളർച്ചയേക്കാൾ ഏറെ പക്വതയുള്ളൊരു പെൺകുട്ടി, പ്രായത്തിനേക്കാളേറെ പക്വതയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഒരു ദിവസം പെട്ടെന്നാണ് ഈ പെൺകുട്ടിയുടെ സ്വഭാവം ഇങ്ങനെ മാറുന്നത്. രാത്രി കിടന്നുറങ്ങിയാൽ വിളിയും ബഹളവും. വിശദമായിട്ടൊന്നും പറയാനൊന്നുമില്ല, എന്തിനു പറയുന്നു, ആ വീട് ഒരു ഭ്രാന്താലയമാക്കി ഈ പെൺകുട്ടി മാറ്റി. കാര്യം എല്ലാവരും ഭ്രാന്ത് പിടിച്ചടക്കായി. അപ്പോൾ ആ വീട്ടിലുള്ളത് അച്ഛൻ, അമ്മ, മൂത്ത ജ്യേഷ്ഠൻ, ഈ പെൺകുട്ടിയുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ, ഇത്രയും പേരാണുള്ളത്. ആ വീട് സത്യം പറഞ്ഞ് എടുത്ത് ഈ പെൺകുട്ടി തലകുത്തനെ വെച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. നാട്ടുകാർക്ക് ആർക്കും ആ വീട്ടിൽ കയറി വരാൻ നിവൃത്തിയില്ല. ആര് വന്നാലും ഈ പെൺകുട്ടി അടിക്കും, കൈ കിട്ടുന്ന എന്താണെങ്കിലും എടുത്ത് ശാരീരമായിട്ട് ഉപദ്രവിക്കും. മൺമട്ടി, അതായത് നമ്മൾ ഈ തൂമ്പ എന്ന് പറയുന്നില്ല, അതുവരെ എടുത്തുകൊണ്ട് ആൾക്കാർ അടിക്കാൻ ഓടിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നവരെ അവരൊക്കെ നിലവിളിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട്. ഇതിങ്ങനെ വലിയ പ്രശ്നമായി. അപ്പോഴത്തേക്കും അവരുടെ വീട്ടിൻ്റെ കുറച്ച് ദൂരമായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഈ അനുഗ്രഹിച്ച്, അതായത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഏതെങ്കിലും ദേവൻ വന്നു എന്ന് പറഞ്ഞിട്ട് ആ ദേവൻ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലുള്ള, അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ വന്നിട്ട് കണ്ടിട്ടില്ലേ നിങ്ങളിങ്ങനെ പറച്ചിക്കരുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന, അതൊരു സ്വാമിയാണ്. അങ്ങനെ അവിടെ ചെന്നു, ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി, എല്ലാവരും കൊണ്ട് പിടിച്ച് കെട്ടിയൊക്കെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ, അങ്ങനെയൊരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നല്ല പിടിപാടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അയാൾ എന്തായാലും ഇതിനോടൊപ്പം നിന്നു. അവരായിട്ട് നേരെ സ്വാമിയുടെ അടുത്ത് ചെല്ലുന്നു. സ്വാമി അത് തുള്ളി അനുഗ്രഹിച്ചിരിക്കുന്ന സമയമാണ്. പെൺകുട്ടി ചെന്ന് പറഞ്ഞ് ഭസ്മന്മാരി മുഖത്തെറിഞ്ഞു കൊടുത്തു. അപ്പം പെൺകുട്ടി അവിടെ എത്തിയപ്പോൾ നോർമലായിരുന്നു, തുള്ളലൊന്നുമില്ല. ഭസ്മന്മാരി ഇങ്ങനെ മുഖത്തെറിഞ്ഞപ്പോഴത്തേക്ക് പെൺകുട്ടി പെട്ടെന്നങ്ങ് ആൾ മാറി, തുള്ളി. സ്വാമി അടിക്കാൻ പോകുന്നു, പിടിക്കാൻ പോകുന്നു. പക്ഷേ സ്വാമിയുടെ ദേഹത്തൊന്നും തൊട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് സ്വാമിയുടെ കിങ്കരന്മാരെല്ലാവരും കൂടെ 2 കയ്യിലുമായിട്ട് പിടിച്ച് ബലപ്പിച്ചിരുത്തി സ്വാമി ആരാണെന്ന് ചോദിക്കുന്നു ഒക്കെ ചെയ്യുന്നു. പെൺകുട്ടി അലറി വിളിച്ച് ചിരിച്ച് ഒക്കെ ഇരുന്നിട്ട് അവസാനം നിവർത്തിയില്ല, ഈ പെൺകുട്ടി ഒന്നും പറയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ സ്വാമി എപ്പോഴും ഒരു വള്ളിച്ചൂരൽ, എന്ന് വെച്ചാൽ കനം കുറഞ്ഞൊരു ചൂരൽ, അതിങ്ങനെ ഈ തോളിൽ കുടിച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമിക്ക് ദേഷ്യം വന്നിട്ട് ഈ ചൂരൽ മടക്കി ഒരു അടിച്ചു കൊടുത്ത് പെൺകുട്ടി. അടിച്ചത് ഈ അടി കൊണ്ട് ഈ പെൺകുട്ടി അങ്ങ് കരഞ്ഞിട്ട് സ്വാമിയുടെ മുഖത്ത് തന്നെ കാർക്കിച്ചങ്ങ് തുപ്പി കൊടുത്തു. എന്നിട്ട് ഈ പെൺകുട്ടി മറിഞ്ഞങ്ങ് വീഴുകയും ചെയ്തു. അപ്പം വന്ന സാധനം പോയി. അപ്പോൾ സ്വാമി വിഷമിച്ചു, ഇതെന്താണെന്ന് അറിയാനും പറ്റില്ല. അപ്പോൾ ഈ പെൺകുട്ടി വീണു, പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഈ സാധനം പോയി, പ്രേതം പോയി. ശരിക്കും പ്രേതം വന്നു കേട്ടോ, അതവരെല്ലാവരും പറഞ്ഞു. പ്രേതം വന്നു, എന്തൊക്കെയോ അട്ടഹാസങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു. പക്ഷേ ഈ തുപ്പൽ കിട്ടിയതുകൊണ്ട് സ്വാമിയുടെ ദൈവവും പോയി. ഇപ്പോൾ രണ്ടുപേരും നോർമലായി. പിന്നെ സ്വാമി ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സ്വാമിക്ക് മനസ്സിലായി ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വാമി പറഞ്ഞൊരു കാര്യം ചെയ്യും. അപ്പം ഈ പെണ്ണിൻ്റെ സഹോദരൻ പറഞ്ഞു, സ്വാമി അടിക്കണ്ട, അടി കൊടുക്കാതെ നമുക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ സ്വാമി പറഞ്ഞു, ഞാനല്ല, തമ്പുരാനാണ് വന്ന് അടിച്ചത്. അതായത് സ്വാമിയുടെ ശരീരത്ത് വന്ന തമ്പുരാനാണ് അടിച്ചത്, അങ്ങനെ അടിക്കുന്നതല്ല, ഇത് അടി കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണ് തമ്പുരാൻ അടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞ്, എൻ്റെ സഹോദരിയാണ്, അവൾ അടിക്കണ്ട, ഞങ്ങളാരും അടിച്ചിട്ടൊന്നും അല്ല വളർത്തിയത്. അപ്പം അടിക്കാത്ത വിധത്തിൽ ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും സ്വാമിക്ക് അറിയാമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സ്വാമി മിക്കവാറും കേസ് എൻ്റെ അടുത്ത് കൊണ്ടുവരും. അല്ല, എന്നെ അന്നത്തെ കാലത്ത് എന്നെ അറിഞ്ഞ് വരുന്നവരൊക്കെ വളരെ ചുരുക്കമാണ്. സ്വാമിയുടെ അടുത്ത് ഒരുപാട് പേര് വരും. അപ്പം ഇങ്ങനത്തെ കേസുള്ളുമ്പോൾ സ്വാമി എന്നെ വിളിക്കും. സ്വാമി പറഞ്ഞു, ശരി നമുക്ക് ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിലുള്ളൊരു ദിവസം സ്വാമി നേരത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഈ ടീമിനെ കൊണ്ട് അവിടെ വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ പെൺകുട്ടി ഇല്ല. അന്ന്
പെൺകുട്ടിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പെൺകുട്ടിയെ കൊണ്ടുവരണ്ട, നമുക്ക് ആദ്യം അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ സ്വാമി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് പെൺകുട്ടി, അപ്പം നമുക്കിത് ഒരു ഗോസ്റ്റ്, ഒരു പ്രേതം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ വേണ്ടപ്പെട്ടൊരു മരണപ്പെട്ടു പോവുകയോ ആത്മബന്ധമുള്ളവർ മരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വിജനമായ ഒരു സ്ഥലത്ത് പോവുകയോ എന്തെങ്കിലും കണ്ട് പേടിക്കുകയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചോദിച്ചു. പക്ഷെ ഇതൊന്നും ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഇവർക്കറിയില്ല. പക്ഷെ അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ മറ്റൊരു സാധ്യതയും ഇവർക്കില്ല. അവർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് ഏത് വഴിക്കെന്ന് വന്നതറിയില്ല. അപ്പോൾ സ്വാമി പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര പ്രേതമാണ്, അത് ശക്തിയാണ്, തമ്പുരാൻ്റെ മുഖത്ത് വരെ തുപ്പി. സ്വാമിയുടെ മുഖത്താണ് തുപ്പിയത്. സ്വാമി പറഞ്ഞ തമ്പുരാൻ്റെ മുഖത്ത് വരെ തുപ്പി, തമ്പുരാൻ കോപിച്ചില്ല, അപ്പോൾ തന്നെ തമ്പുരാൻ എൻ്റെ ശരീരം വിട്ടുപോയി. അങ്ങനെ വരുമ്പോൾ എന്തോ ഭയങ്കര ശക്തിയാണെന്നൊക്കെ സ്വാമിയും പറഞ്ഞു. ഞാൻ കാര്യം ചെയ്ത് നമുക്ക് എന്തായാലും, അപ്പോൾ സ്വാമി പറഞ്ഞു ഇത് നമുക്ക് പൂജ ചെയ്ത് തമ്പുരാൻ വന്ന് അടിക്കും, അതുകൊണ്ട് പൂജ ചെയ്ത് നമുക്കിതിനെ മാറ്റാം എന്നുള്ളതായി സ്വാമിയുടെ തീരുമാനം. അപ്പോൾ ഇവരും പറഞ്ഞ് അങ്ങനെ മാറ്റിയാൽ മതി. പക്ഷേ എല്ലാവർക്കും ഒരു നിർബന്ധം, ഇതെങ്ങനെ വന്നു എന്നറിയണം. അപ്പം എനിക്കും ഒരാഗ്രഹം, കാര്യം സാധാരണഗതിയിൽ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രേതം കയറുന്നതിൻ്റെ എല്ലാ സാധ്യതകളും ചോദിച്ചു, ഒരു സാധ്യതയില്ല. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ സ്വാമി എടുത്തു, സ്വാമി ഒരാഗ്രഹം, എനിക്കൊന്ന് വന്ന് കാണാൻ പറ്റുമോ, പൂജയ്ക്ക് മുമ്പ് ഈ പെൺകുട്ടി ഒന്ന് അനുഗ്രഹിക്കുന്നത് പെൺകുട്ടി ഒന്ന് കാണാൻ പറ്റുമോ വീട്ടിൽ പോയിട്ട്? ഓ ശരി പോകാമെന്ന് പറഞ്ഞു. അപ്പം വീട്ടുകാരെ സമ്മതിച്ചു. അന്നോ അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ സ്വാമിയായിട്ട് ഈ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തി ഞാൻ വരുമ്പോൾ തന്നെ ഈ പെൺകുട്ടി അലർച്ചയും വിളിയും ബഹളമായിട്ടിരിക്കുന്നു. പെൺകുട്ടിയുടെ ഈ അമ്മാവൻ, സഹോദരൻ, വേറെ കുറച്ച് പേരുണ്ട്, എല്ലാവരും കൂടി പെൺകുട്ടിയെ പിടിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഈ ജ്യേഷ്ഠൻ്റെ, അതായത് പെൺകുട്ടിയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ ഉണ്ട് അവിടെ. ചെന്നപ്പോഴാണ് അച്ഛനും അമ്മയും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, അവരും അവിടെയുണ്ട്. അപ്പം ഞാനും സ്വാമി ചെന്നതൊന്നും അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മുഖഭാവം കാണുമ്പോൾ പറയാം അവർക്കൊന്നും ഒരു തൃപ്തിയില്ല. നമ്മളെന്തോ അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ചെല്ലും പോലെയൊക്കെയുള്ളൊരു മുഖഭാവവും ഒരു അവജ്ഞയോടുകൂടി, അതായത് അങ്ങ് പ്രകടമാക്കുകയാണ്. അതായത് ഇത് കണ്ട് നമ്മളെ കളഞ്ഞിട്ട് പോകണമെങ്കിൽ പോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത് ഇവർ ഈ കാണിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ വിട്ടിട്ടൊന്നും പൊക്കളരുത് കേട്ടോ, അവരെന്തോ മനസ്സിൽ കണ്ടിട്ട് നമ്മളെ ഓടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, നമ്മൾ ഒരു കാരണവശാലും പോകരുത്, ഇതെന്തായാലും ഇതിനെ പിടിച്ച് കെട്ടിയിട്ടേ പോകാവുള്ളൂ. നമ്മൾ ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെന്ന് അപ്പോൾ ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. പെൺകുട്ടി ഒന്നും പറയുന്നില്ല, ചിരിക്കുന്നു. നമ്മളെ അടുത്ത് എന്തൊക്കെ എടുത്ത് എറിയാൻ പോകുന്നു. സ്വാമിയെ കണ്ടപ്പോഴത്തേക്ക് സ്വാമിയുടെ മുഖത്ത് നോക്കി അലറി വിളിക്കുന്നു, വീണ്ടും തുപ്പി. പക്ഷേ സ്വാമി ദൂരെ അത് ഒരു തുപ്പൽ കിട്ടിയോണ്ട് സ്വാമി നോക്കി നിന്നു, അത് കിട്ടിയില്ല, അങ്ങനെ നിൽക്കുന്നു. പക്ഷേ എൻ്റെ മുഖത്ത് നോക്കി തുപ്പിയൊന്നുമില്ല, മറ്റാരുടെയും മുഖത്ത് നോക്കി തുപ്പി കിട്ടിയൊന്നുമില്ല കേട്ടോ. ഈ സ്വാമിയുടെ മുഖത്ത് മാത്രമേ എന്തോ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറേയൊക്കെ നിന്നു. ഇത് വന്നു, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം സംസാരിക്കില്ല എനിക്കറിയാം, കാര്യം ഒരു പൂജാക്കളത്തിലിരുത്തി സംസാരിക്കുന്ന വിധത്തിലേക്ക് ആത്മാവിനെ ശക്തി പകർന്നു കൊടുത്താലേ അത് സംസാരിക്കുള്ളൂ. അപ്പം ഞാൻ സ്വാമിയോട് പറഞ്ഞു, ഇപ്പം വേണ്ട, എന്തായാലും ഇപ്പം സംസാരിക്കില്ല, നമുക്ക് പൂജയിൽ കൂടി നമുക്കിതിനെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ച് ഇതാരാണ്, എന്താണ്, എവിടെ നിന്ന് വന്നു, എന്തിന് വന്നു എന്നൊക്കെ വിശദമായി ചോദിച്ചതിന് ശേഷം നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സഹോദരൻ, അമ്മാവൻ, അവർ രണ്ടുപേരാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യം, ഇതെങ്ങനെ അറിഞ്ഞേ പറ്റൂ ഇതാരാണെന്ന്. അപ്പോൾ സ്വാമിക്കും താല്പര്യമുണ്ട്. സ്വാമിക്ക് താല്പര്യം വെച്ചാൽ ഇത് എൻ്റെ മുഖത്ത് തുപ്പി, ഇത് ആരാണെന്ന് എനിക്ക് അറിയണം എന്നുള്ളത് നിലപാടിൽ സ്വാമിയെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ വെള്ളം ജപിച്ചു, ഈ പെൺകുട്ടിയുടെ മുഖത്ത് തളിച്ചു, അതങ്ങ് മാറിപ്പോയി. അങ്ങോട്ട് കഴിഞ്ഞപ്പം പെൺകുട്ടി അങ്ങ് സൈലൻ്റായി. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ട്, നിങ്ങളെന്തൊന്നും മന്ത്രവാദിയായിരുന്നു, മന്ത്രവാദം കാണിക്കണം ഇവിടെ, ഞങ്ങളിപ്പം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങളെ ഒരു തരം വിരട്ടും കാര്യങ്ങളൊക്കെ. അപ്പം പെൺകുട്ടിയുടെ അമ്മാവ് ഇടപെട്ട്, നീ പോലീസിനെ വിളിക്ക്, അളിയൻ നീ പോലീസിനെ വിളിക്ക്, നിൻ്റെ മോക്കാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്, ഇത് നിനക്ക് പരിഹരിക്കണ്ടേ, ഇത് ഈ പെൺകുട്ടി എവിടെ ഇങ്ങനെ നടന്നാൽ മതി, എവിടെ കല്യാണം കഴിപ്പിച്ച് അയക്കണ്ടേ, എവിടെ കിടന്ന് കാണിക്കുന്നതൊക്കെ നീ കാണണമുണ്ടോ, നമുക്കിവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന, ആഹാരം വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇയാൾ ഒരു മൂച്ച അങ്ങ് എടുത്തു. അപ്പോഴത്തേക്ക് ഇയാളുടെ സഹോദരി, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നു, അത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അപ്പം അപ്പോഴാണ് അറിയുന്നത് ഇവർ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ സഹോദരൻ അമ്മാവന് കേൾക്കുന്നില്ല. അപ്പം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇത് മാറുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അതൊരു മുട്ട മന്ത്രവാദിയാണ്, അവൻ്റെ അടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നല്ല കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവ ഈ പറഞ്ഞ നമുക്ക് പ്രേതത്തിനെ പിടിച്ച് ശരീരത്തിൽ കയറ്റുന്നവനാണ്, അവൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം ബാക്കി അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്.
അവരെല്ലാവരും പറയുന്നത് അയാൾ മഹാമോശക്കാരനാണ്, അയാളടുത്ത് കൊണ്ടുപോയി, അയാൾ ദുർമന്ത്രവാദിയാണ്, അയാൾ ഒരു പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ കൊണ്ടുവന്ന് അതിനെ ഒഴിപ്പിച്ചിട്ട് വേറെ 10 കയറ്റിവിടും, അങ്ങനത്തെവരാണ് പോകാൻ പറ്റും. പക്ഷേ ഈ ഭാര്യയും ഭർത്താവും, അതായത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു അവിടെ തന്നെ കൊണ്ടുപോയേ പറ്റും. അവർ ഒരേ നിർബന്ധം, ഞങ്ങൾ അടുത്ത പൂജ തീരുമാനിച്ചുകൊണ്ട് ഈ പൂജയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മന്ത്രവാദിയാണ്, ദുർമന്ത്രവാദിയാണ്, പൈസ അടിക്കാൻ നടക്കുന്നവരാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി ഇനി പറയാൻ ആക്ഷേപങ്ങളൊന്നുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങ് ചമ്മിപ്പോയി. ഇതെന്ത് ഇങ്ങനെ വന്നു കിടാൻ നമ്മൾ കേൾക്കേണ്ട കാര്യം എന്തിനാ? പക്ഷേ എന്നെ സ്വാമിയെ ഓരോ വാക്ക് പറയുന്ന അനുസരിച്ച് ആ അമ്മാവനും ഈ പെൺകുട്ടിയുടെ സഹോദരനും നന്നായിട്ട് ഈ അച്ഛനും എതിർക്കുന്നുണ്ട്. സ്വാമി എന്നെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു. സ്വാമി പറഞ്ഞു നമ്മളിത് വിട്ടുകൊടുക്കരുത്, നമ്മൾ എന്തായാലും ഇതിനെ പിടിച്ചു കെട്ടിയേ പറ്റൂ. സ്വാമി ഒരു വാക്ക് പറഞ്ഞു, കള്ളം കപ്പലിൽ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ ഒരു സ്റ്റൈലുണ്ട് അതിൽ പറഞ്ഞ്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അപ്പം സഹോദരനും അമ്മാവനും കൂടെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ എന്നാണോ ഇവിടെ പൂജ ചെയ്യാൻ അപ്പോൾ ഡേറ്റ് തീരുമാനിച്ചു തൊട്ടടുത്തൊരു ദിവസം, ആ ദിവസം ഇവിടെ വെച്ച് പൂജ നടന്നിരിക്കും, ആരെ നിർത്താനോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞ് ഇവിടെ വെച്ച് എന്തായാലും പൂജ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ വഴക്കായപ്പോൾ സ്വാമി ഇടപെട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ പേരിൽ നിങ്ങൾ അടി കൂടണ്ട, എന്തായാലും നമുക്ക് പൂജ ചെയ്താൽ പോരെ. അപ്പം ഈ അമ്മാവൻ അതായത് പെൺകുട്ടിയുടെ അമ്മാവൻ്റെ നിങ്ങളെ വീട്ടിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എവിടെയായാലും നമുക്ക് സമാധാനപരമായിട്ട്, അതായത് ഒരു നെഗറ്റീവ് ചിന്താഗതി ഉള്ളവരില്ലാതിരിക്കണം, എങ്കിലും നമുക്ക് പൂജ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴത്തേക്ക് ഈ ഇങ്ങനെ കിടന്ന് സംസാരവും കാര്യങ്ങളും അലുമ്പും കാര്യങ്ങളും നമ്മളെ ആക്ഷേപിക്കാനൊക്കെ തുടങ്ങി നമ്മുടെ മനസ്സ് പോകും. അതോടുകൂടി ആ പ്രായത പിന്നെ എന്നെ പിടിക്കുമോ ഇനി മറ്റുള്ളവരെ പിടിക്കുമെന്നൊന്നും അറിയില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെങ്കിൽ എവിടെ വെച്ച് വേണം ഞാൻ ഇതിനെ പിടിച്ചു തരാം, ഈ പെൺകുട്ടി അവിടെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, അവിടെ ഒരുത്തനും വന്ന് നടന്ന് വേളം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഞങ്ങൾ ഈ സ്ത്രീയും ഈ അച്ഛനും അമ്മയോട് ഞങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വാമിയുടെ തുള്ളൻ കള്ളസ്വാമിയാണ്, ഇവൻ്റെ ഇവൻ എന്തൊരു തുള്ളണത്, ഇവൻ എന്തൊരു ചൊറിയണങ്ങ് പിട്ടി അടിച്ചിട്ട് തുള്ളും പോലെ നമ്മൾ ഇയാളങ്ങ് തീർത്തും ആക്ഷേപിക്കണം. പക്ഷേ അങ്ങേർക്ക് നല്ല തൊലി കിട്ടിയാണ്ടോ അങ്ങേരെ ഒന്നും മൈൻഡ് ചെയ്യണില്ല. ഞാൻ ഇത് കേട്ട് എനിക്കങ്ങ് ചമ്മി, ഞാനും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കണം. അപ്പോഴൊക്കെ എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം, പിന്നീടൊക്കെ കേട്ടിട്ടുണ്ട് എങ്കിലും ഇത് വല്ലാത്തൊരു പരിപാടി ആയിപ്പോയി. അപ്പം അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നുകൊണ്ട് പേടിക്കണ്ട, ലിസ്റ്റ് തന്നിട്ട് നിങ്ങളെ പൊയ്ക്കോളൂ, ഇന്ന സ്ഥലത്ത് സമയത്തിന്. അപ്പം ഇദ്ദേഹത്തിന് അറിയാം, എൻ്റെ കൂടെ സ്വാമിക്കറിയാം. ഞാൻ പറഞ്ഞ സന്ധ്യയ്ക്കാണ് പൂജ തുടങ്ങുന്നത്, ഉച്ച കഴിയുമ്പോൾ ഞങ്ങളവിടെ എത്തുമെന്ന് എത്തിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വണ്ടിയിലേക്ക് പോന്നു. ആ ദിവസമായപ്പോഴത്തേക്ക് രാവിലെ സ്വാമി എൻ്റെ അടുത്ത് ഓടി വന്നു. അപ്പോൾ സ്വാമി പിന്നെ അതിനുശേഷം എനിക്കൊന്നും ഇത് തീരുന്നൊരു തുള്ളലോ ആട്ടമൊന്നുമില്ല. സ്വാമിക്ക് പിന്നെ ഇതിൻ്റെ പുറകെ ആയിപ്പോയി, അതിന് എന്തൊക്കെയോ ഡൗട്ടുകളായിപ്പോയി ഇതിനകത്ത്. അങ്ങനെ ഞങ്ങൾ രാവിലെ എൻ്റെ അടുത്ത് വന്ന് ഉച്ചവരെ ഇരുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഇതുപോലത്തെ കേസുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും എൻ്റെ കൂടെ ഉള്ളവരും പൂജാ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഏകദേശം 3/4 സാധനം ഞങ്ങളാണ് കൊണ്ടു ചെല്ലുന്നത്. അവിടെ കുറച്ച് സാധനങ്ങൾ ഇഷ്ടമേ ഉള്ളൂ. ഞങ്ങൾ നേരെ അവിടെ ചെന്നു. അവിടെ അപ്പം വീട്ടിൻ്റെ നടയിൽ വരെ കാറെത്തും. ചെന്ന് ഇറങ്ങി ആദ്യം കാണുന്നത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഉടക്കുണ്ടാക്കിയ അച്ഛനും അമ്മയും അവിടെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ സ്വാമിയുടെ മുഖവും കറുത്ത് എനിക്കും അങ്ങ് വല്ലാതൊരു ദൈവമേ ഇത് മൊത്തത്തിൽ കൊളാവ് പോലെ, ഇന്നിപ്പോൾ ഒരു പുണ്ണാക്കും നടക്കില്ല, ഈ രണ്ടും കൂടെ നിൽക്കുകയില്ലെന്ന്. അപ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കിയിട്ട് അമ്മ ഓടി എന്ന് പറഞ്ഞ് കുഴപ്പമില്ല കേട്ടോ, അവർ ഇപ്പം ശാന്തമായിട്ട് ഇങ്ങനെ കുട്ടിയുടെ ദോഷം മാറിയാൽ മതി എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുകയാണ്, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അച്ഛനും അമ്മയില്ല, അവർ നിൽക്കട്ടെ. അങ്ങനെ അകത്ത് കയറി ഞങ്ങൾക്ക് ഒരേ ഗ്ലാസ് കാപ്പിയൊക്കെ കൊണ്ട് ഞങ്ങൾ കാപ്പി കുടിച്ച് എൻ്റെ കൂട്ടത്തിലുള്ള 4-5 പോറ്റി വരണ്ട അവർ കളവും കാര്യങ്ങളും ഹോമകുണ്ടങ്ങളും വിളക്കുകളൊക്കെ ഒരുക്കി കുറച്ച് ഒരു 2-3-4 മണിക്കൂറത്തെ പണിയുണ്ട് ഞങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ അച്ഛനും അമ്മയും മുൻപ് അവരുടെ വീട്ടിൽ പോയപ്പോൾ 2 ദിവസം മുമ്പ് വീട്ടിൽ പോയപ്പോൾ കണ്ട ഒരു ക്യാരക്ടറല്ല, വളരെ ബഹുമാനത്തോടും ഭക്തിപുരസ്സരത്തോടും എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് മാറ്റുന്ന രീതിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാ രീതികളും പറഞ്ഞു കൊടുത്തു. പറഞ്ഞ് പെൺകുട്ടിയല്ലേ, അവളുടെ ശരീരത്തൊക്കെ വരുത്തി ഇത് നമ്മൾ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, അവളുടെ ഭാവിയല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടെ ശരീരത്ത് വരുത്തി ഇതിനൊന്നും ചോദിക്കുകയൊന്നും വേണ്ട സ്വാമി, നമുക്കിതിനങ്ങ് ഒഴിവാക്കി കളഞ്ഞാൽ മതി, നമുക്കൊന്നും അറിയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിന്നപ്പം ഞാനിരിക്കുന്നു, ഈ അച്ഛനും അമ്മയും തൊട്ടടുത്ത് 2 കസേരയിരിക്കുന്നു, എൻ്റെ അടുത്ത് സ്വാമി ഇരിക്കുന്നു. അടുത്തൊരു തൂണ്, വീടിൻ്റെ തന്നെ തൂണും ചാരി ഒരു കാലിങ്ങനെ തൂണിൽ കുത്തി പിടിച്ചിട്ട് ഈ സഹോദരൻ അവിടെ നിൽക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞ് അതൊന്നും നടക്കില്ല,
ഇത് എവിടെ നിന്ന് വന്നെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇവരങ്ങ് ആകെ ഇരുന്ന് വിഷമിക്കണം. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഇതിനകത്ത്, പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലാണ്. എന്തോ ഒരു വിഷയമുണ്ട്. സ്വന്തം മോൾക്കല്ലേ വന്ന്, ഇനി ഇവരെന്തെങ്കിലും സാമ്യ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കള്ളം കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരും എല്ലാം ചെയ്താൽ, പക്ഷേ സ്വന്തം മോൾക്ക് വേണ്ടി ഇവരെന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെ ഒരു സാധ്യതയില്ല. കാര്യം മോളടുത്ത് സ്നേഹമുള്ളൊരു അച്ഛനും അമ്മയാണ്, അതും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർക്ക് ഒരേ നിർബന്ധം, ഇവരിങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ അത് ഇങ്ങനെ ചെയ്യേണ്ട, അത് ശരീരത്തിൽ നിന്ന് വരുത്തി സംസാരിപ്പിക്കേണ്ടത്. പിന്നെ അവസാനം അവർ പറഞ്ഞു തുടങ്ങി അതിന് നമ്മളെ ബന്ധുക്കൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണ് പിന്നെ അവരുമായിട്ട് പിന്നെ നമുക്ക് വലിയ ശത്രുതയൊക്കെ ആവില്ലേ സ്വാമി, അതൊന്നും വേണ്ട, നമുക്ക് ഇതൊന്നും അങ്ങ് മാറി കിട്ടിയാൽ മതി, എൻ്റെ കുഞ്ഞിന് ഇതങ്ങ് മാറി അവൾക്കൊരു കല്യാണമൊക്കെ നടന്ന് ജീവിച്ചു, ഇങ്ങനെയൊക്കെ ഇവരങ്ങ് പാരാതൊക്കെ പറഞ്ഞു തുടങ്ങി. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പാവം തോന്നി, കഷ്ടമല്ലേ ഒരു അച്ഛനും അമ്മയൊക്കെയല്ല. അപ്പം സ്വാമി ഒരു വിധത്തിൽ എന്നെ പിടിവിടുന്നില്ല, സ്വാമിയും വിടുന്നില്ല, ഈ സഹോദരനും ഈ പെൺകുട്ടിയുടെ സഹോദരനും വിടുന്നില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ഇപ്പം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അളിയനുണ്ടല്ലോ, അമ്മാവനെന്ന് പറഞ്ഞാൽ, അയാൾ പിന്നെ വലുതായിട്ടൊന്നും പറഞ്ഞില്ല, എങ്ങനെയെങ്കിലും മാറ്റിയാൽ മതിയെന്ന നിലപാടിൽ അങ്ങേർക്കൊത്തി. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തായാലും ഞാൻ പൂജ തുടങ്ങുകയാണ്, ശരീരത്ത് വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഞാനായിട്ട് ശരീരത്ത് വരുത്തുന്നില്ല, മാറ്റിത്തരാം, പൂർണ്ണമായിട്ടും മാറ്റിത്തരാം, പിന്നെ ശരീരത്ത് വന്നാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇവർ ആലോചിച്ചിട്ട് ശരി എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് നിരാശയോടുകൂടി പറഞ്ഞെങ്കിൽ അവർക്കൊരു വിശ്വാസമുണ്ട് ചിലപ്പോൾ ശരീരത്ത് വരില്ല എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്ത് വന്നാലും നേരിടുക എന്നുള്ള എന്തൊക്കെ ഭാവമായിരിക്കാം മുഖത്തുള്ള ഭാവമൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും തകർന്ന് തരിപ്പണായി നിൽക്കുകയാണ്. ഇനി സ്വന്തം മോക്ക് വല്ല കൂടോത്രം ചെയ്തോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ പോയൊരു ചിന്ത. ഇനി ഉള്ള കാര്യങ്ങൾ ചുരുക്കി പറയാം. പൂജ തുടങ്ങി. പൂജ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ വരട്ടെ, താല്പര്യമുണ്ടെങ്കിൽ വന്നിട്ട് പോട്ടെ, അപ്പോൾ എനിക്ക് ചോദിച്ചാൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒഴിവായി പോകും, ശരി വരുത്താതെ തന്നെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഞാൻ ഇവരടുത്ത് പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ടിട്ട് സ്വാമി എന്നോട് ദൂരോട്ട് മാറ്റി നിർത്തുന്നു, നിങ്ങൾ ഒരുമാതിരി മറ്റേ പരിപാടിയൊന്നും കാണിക്കരുത്, വരുത്തണം, ഇത് വരുത്തിയേ പറ്റും, എൻ്റെ മുഖത്ത് തുപ്പിയതാണ്, അവൾ ആരാണെന്ന് എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ സ്വാമി അങ്ങനെ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമൊന്നും കാണിക്കരുത്, വരുത്തി തന്നെ തീർക്കണമെന്നൊക്കെ പറഞ്ഞ് ലേസായിട്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ചക്കനകത്ത് വീണ തേങ്ങാപ്പോളിൻ്റെ അവസ്ഥയായി. അവർ പറയണ വരുത്തരുതെന്ന്, സ്വാമിയും ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞാൽ വരുത്തണമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ വരുത്തിയാലും കുഴപ്പമാണ്, വന്നില്ലെങ്കിലും കുഴപ്പമായി, എന്തായാലും വരുത്താമെന്ന് ഞാനും മനസ്സിൽ തീരുമാനിച്ചു. പൂജ തുടങ്ങി. അപ്പോൾ ഇവർക്കറിയില്ലല്ലോ നമ്മൾ ചെയ്യുന്ന പൂജകൾ എന്താണെന്ന്, ഇവർ ഒഴിപ്പിക്കണ പൂജ എന്നല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ഒരു പൂജ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടാണ് ഈ ആവാഹനം നമ്മളൊരു പാവയിലേക്കോ മറ്റൊരു മാധ്യമത്തിലേക്കോ അല്ല, ഈ ശരീരത്തിലേക്ക് ആവാഹിക്കുമ്പോഴത്തേക്കാണ് ഇത് ശരിക്കും അനുഗ്രഹിക്കുന്നത്. അപ്പം അതൊന്നും ഈ അച്ഛനും അമ്മയ്ക്ക് അറിയില്ല. അപ്പം ഞാനിത് ശരിക്കും ശരീരത്തിലേക്ക് ആവാഹിച്ചു. അപ്പോൾ സ്വാമിക്ക് സന്തോഷമായി. സ്വാമിക്ക് അറിയാം എൻ്റെ രീതിയൊക്കെ, സ്വാമിക്ക് മനസ്സിലായി ശരീരത്ത് വരുന്നത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉരുൾ പൊട്ടി വരും പോലെ ഈ സാധനം അങ്ങ് ശരീരത്ത് വന്നിരുന്നിട്ട്, നീ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു, ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ എന്തിനു വന്നെന്നറിയാമോ, എന്നെ ആര് പറഞ്ഞു വിട്ടെന്നറിയാമോ, ഞാൻ വന്ന കാര്യം സാധിച്ചിട്ടേ പോകുള്ളെന്നുള്ള രീതിയൊന്നും പറഞ്ഞിട്ട് വെല്ലുവിളിയും അട്ടഹാസം ബഹളവും ഗുണ്ടായുസ പ്രവർത്തനം പോലെയൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പോഴത്തെ സ്വാമി കുറേയൊക്കെ ഈ പറഞ്ഞിട്ടൊക്കെ അടുത്തിരുന്ന ചൂരലൂക്കെടുത്ത് സ്വാമി ഒരുമാതിരി തമ്പുരാൻ വരും പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ തമ്പുരാനൊന്നും അല്ല, സ്വാമി കുറേ ആക്ടിങ് കാണിച്ചു. പക്ഷേ അതൊന്നും ഈ വന്ന സാധനം മൈൻഡ് ചെയ്യണില്ല. അപ്പോഴത്തേക്ക് ഈ അച്ഛനമ്മയുടെ മുഖം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവരാകെ വിഷമിച്ചു, ഇതെന്തിനു വന്നെന്ന് അറിഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ വീണ്ടും പറഞ്ഞ് ഞാൻ ചുരുക്കി പറയാം. ഈ ശരീരത്ത് വന്നു, വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്, ഞാൻ ഇവളുടെ ശരീരത്ത് കയറാൻ വന്നതല്ല, ഞാൻ വന്നത് ഇവൻ്റെ ഭാര്യയുടെ ശരീരത്ത് കയറാനാണ്. ഇവൻ്റെ ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഈ പ്രായം പിടിച്ചിരുന്ന പെൺകുട്ടിയുടെ സഹോദരൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിൻ്റെ ശരീരത്ത് കയറാനാണ് വന്നത്. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല, ചോദിച്ചപ്പോൾ എന്തിനാണ് വന്നത്, അവളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. ഈ കാണിച്ചതെല്ലാം അവൾ കാണിച്ചിട്ട് അവളെ ഈ വീട്ടിൽ നിന്നും ഓടിക്കണം, അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. എന്നെ പറഞ്ഞു വിട്ടാണ് അതാണ് പറഞ്ഞിരിക്കുന്നത്. അവളെ ഭ്രാന്ത് പിടിപ്പിക്കും, മറ്റുള്ളവർ ഉപദ്രവിച്ചും, അവളെ ഈ ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ നിന്ന് അവളെ പറപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. സംഭവങ്ങൾ ചക്ക കുഴയും പോലെ കുഴഞ്ഞ്. അപ്പോഴത്തേക്ക് ഈ തള്ളയും തന്നെ അങ്ങ് അച്ഛന് കുഴഞ്ഞിരിക്കുകയാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ ചോദിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ സഹോദരൻ്റെ അടുത്തോണ്ട്, സ്വാമി ചോദിക്കുക ഇത് ആര് പറഞ്ഞു വിട്ടെന്ന് ചോദിക്കുന്നു പറഞ്ഞു. അത് ഞാൻ ചോദിച്ചത്, ആരാണ് നിങ്ങളെ പറഞ്ഞു വിട്ടത് ചോദിച്ചു. അപ്പം ഈ അച്ഛനമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പൊട്ടിച്ച് അവരുടെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിക്കുകയല്ല, അവരുടെ മുഖത്ത് നോക്കട്ടെ. പക്ഷേ അവർ രണ്ടുപേരും ഇങ്ങനെ കുനിഞ്ഞ് ഭൂമിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഈ പ്രേതം വന്നിട്ട് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. കുറേ ചിരിച്ച് മറിഞ്ഞിട്ട് കൈ ചൂണ്ടി ഇങ്ങനെ കാണിച്ചു. അപ്പോഴത്തേക്ക് ഇവരുടെ സഹോദരൻ അമ്മാവൻ ചാടി എണീറ്റ് വന്നു ചോദിച്ചു, അത് പറഞ്ഞു വിടാൻ അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അവർക്ക് മന്ത്രവാദമൊന്നും അറിയില്ല, പിന്നെ എങ്ങനെയാണ് പറഞ്ഞു വിട്ടു എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അതും ചോദിച്ചു. അപ്പോഴത്തേക്കാണ് പറഞ്ഞത്, വേറൊരു കർമ്മിയെ കൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവരിപ്പിച്ചത്. ഇവർ വന്നിട്ട് ഇവരുടെ ഈ ആവശ്യം പറഞ്ഞിട്ട് വേറൊരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ എങ്ങനെ കൊണ്ടുവന്നു? കപ്പപ്പഴം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഒരുമാതിരി ചുമന്ന കളർ, ചുമപ്പല്ല, ഒരു കാപ്പിപ്പൊടി കളർ പഴം ഉണ്ടല്ലോ, കപ്പപ്പഴം എന്ന് പറയും. ഞാൻ തിരുവനന്തപുരത്ത് അതിനെ കപ്പപ്പഴം എന്നാണ് പറയുന്നത്, മറ്റുള്ള സ്റ്റേറ്റിൽ എന്തെന്ന് എനിക്കറിയില്ല. കപ്പപ്പഴത്തിലാണ് എന്നെ കയറ്റി കൊണ്ടുവന്ന് അതായത് എത്രയോ പഴത്തിൻ്റെ പേര് പറഞ്ഞു, 10 താഴെ വരുന്ന അതാണ് കേട്ടോ. അതിൽ എന്നെ കയറ്റി ആ കർമ്മി ഇവരുടെ കൈ കൊടുത്തു. അത് ഇവിടെ കൊണ്ടുവന്നു. ഈ പെൺകുട്ടി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയെ കൊടുത്തു. പക്ഷെ അതിൽ ഒരു പഴം ഈ ശരീരം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ശരീരത്തിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ശരീരമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കയറി. അതായത് ഇത് മരുമകൾ, അപ്പോഴാണ് അറിയണം മരുമകൾ വലിയ സാമ്പത്തികമൊന്നുമുള്ള വീട്ടിലല്ല, ഇവൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ജാതിയൊക്കെ ഒന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പം ഈ അച്ഛനും അമ്മയ്ക്കും ഇവർ പണ്ടേ ഇത്തിരി ഈ എന്താണ് പറയുന്ന ഈ ഉന്നത കുലജാതർ എന്നുള്ളൊരു ലേബൽ സ്വയം നെറ്റിയിലൊട്ടിച്ച് നടക്കുന്ന ടീമാണ്. അപ്പോൾ ഈ മകൻ്റെ നിർബന്ധപ്രകാരം കല്യാണം കഴിപ്പിച്ചു കൊടുത്തെങ്കിലും ഈ പെണ്ണിൻ്റെ ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണോന്നറിയില്ല, എന്തായാലും ഈ മന്ത്രവാദിയുടെ അടുത്ത് ചെന്നപ്പം അയാളായിരിക്കും പറഞ്ഞത് ഇങ്ങനെ ആക്കി കൊടുക്കാമെന്ന്. അപ്പോൾ എന്തിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്കും ഈ ഉഷ്ണ സംബന്ധമായ എന്തോ അസുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കപ്പപ്പഴം സ്ഥിരമായിട്ട് പെൺകുട്ടി കഴിക്കുന്നുണ്ട്, അത് തണുപ്പാണല്ലോ. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, അമ്മയും അച്ഛനും രണ്ടുപേരും കൂടെ പോയാണ് ചെയ്തത്. കപ്പപ്പഴം അങ്ങനെയാണ് ഇങ്ങനെ കപ്പപ്പഴത്തിനകത്ത് ഈ സാധനം കയറ്റി കൊടുത്തത്. ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇവരുടെ മുറിയിൽ കൊണ്ടുവച്ചിരുന്നത് എങ്ങനെയോ എന്തോ ഈ അതായത് ഭർത്താവിൻ്റെ അനിയത്തി, അത് ഇപ്പോൾ ഈ ശരീരത്ത് വന്നിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഉടമ എടുത്ത് കഴിച്ചു. പക്ഷെ അത് കഴിച്ചതോടുകൂടി ഇപ്പോൾ ഒരു 8 പഴം ഉണ്ടെന്ന് വിചാരിക്കുക, 7 എണ്ണം മറ്റേ പെൺകുട്ടി കഴിച്ചെങ്കിലും 1 ഈ പെൺകുട്ടി കഴിച്ചപ്പം ഈ ശരീരത്തിലേക്ക് അതിന് കയറാൻ സാധിച്ചു. കാര്യം ഈ 8 എണ്ണത്തിൽ ആവാഹിച്ച് വെച്ചിരുന്നെങ്കിൽ 1 കഴിച്ചാൽ മതി. കാര്യം ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഈ ഗോസ്റ്റ്, ഈ പ്രേതം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും കുടികൊണ്ടിരുന്നതാണ്, ആത്മാവാണ്. ശരീരം നഷ്ടപ്പെട്ടപ്പോൾ അതിങ്ങനെ പ്രേതമായി അലയുന്നതാണ്. പക്ഷെ അങ്ങനെ ഉള്ള ഒരു പ്രേതം മറ്റൊരു ശരീരത്തിലേക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ശരീരത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാര്യങ്ങൾ ഒന്നിച്ചു വരണം. അതായത് ജീവിച്ചിരുന്നപ്പോൾ ഈ ആത്മാവിൻ്റെ ശരീരവും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ശരീരവും തമ്മിൽ കുറച്ച് സാമ്യങ്ങളുണ്ടായിരിക്കണം. അത് നിറം, മണം, ഗുണം, സ്വഭാവം, ബ്ലഡ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷേ എങ്കിലും നിർബന്ധപൂർവം ഇതുവഴി ഇത് കണക്ക് ഈ ആഹാര പദാർത്ഥങ്ങൾ കൂടിയോ അല്ലെങ്കിൽ ജലത്തിൽ കൂടിയോ എന്തെങ്കിലും കൂടി ഉള്ളിലേക്ക് കൊടുത്ത് അങ്ങനെ ഒരു സാദൃശ്യം ഇല്ലെങ്കിലും കയറ്റാൻ പറ്റും. അങ്ങനെ അതാണ് ഈ മന്ത്രവാദി കപ്പപ്പഴത്തിനകത്ത് ചെയ്ത് കൊടുത്തു വിട്ടത്. പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ 8 എണ്ണമാണെങ്കിൽ 7 മറ്റേ പെൺകുട്ടി ആരെയാണോ ഉദ്ദേശിച്ച് ആ പെൺകുട്ടി കഴിച്ചെങ്കിൽ ഒരു പഴമാണ് ഈ പെൺകുട്ടി കഴിച്ചത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഈ മരിച്ചു പോയപ്പോൾ ഈ ശരീരത്തിനുണ്ടായിരുന്ന, അത് ഈ ആത്മാവ് കുടികൊണ്ടിരുന്ന ശരീരത്തിൻ്റെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ അനിയത്തിക്കുട്ടിയുടെയും ശരീരത്തിൻ്റെ സാമ്യങ്ങൾ ഏറ്റവും കൂടുതൽ 5 സാമ്യങ്ങളും ഒന്നായിരുന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഒരു പഴം കഴിച്ചിട്ട് ഇതിനകത്ത് 8 എണ്ണം കഴിച്ചിട്ട് അതിലേക്ക് പോകാതെ ഇതിലേക്ക് വന്നതിൻ്റെ കാര്യം. ഈ ശരീരം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രേതം നമ്മളുടെ ഒരു ശരീരത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അതിനെ കയറാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ പോകുന്നു, ഇപ്പോൾ ഞാൻ ഇരിക്കുന്നു ഇവിടെ, ചിലപ്പോൾ 1 ലക്ഷം പ്രേതങ്ങൾ ഇങ്ങനെ നോക്കി വെള്ളം ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അവൻ്റെ ശരീരത്തിൽ ഇപ്പം കയറാമെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഈ പറഞ്ഞ 5 സ്വഭാവ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊന്നും കാണില്ല. അത് വരാത്ത എൻ്റെ ഭാഗ്യമായിരിക്കാം, അതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നിർബന്ധപൂർവം ഇത് കയറ്റാൻ പറ്റും. അത് മന്ത്രവാദികൾ ഇങ്ങനെയുള്ള ആത്മാക്കൾ അവർ ആവാഹിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. വരുമ്പോൾ ഇതേ കണക്ക് പെപ്സി, ചിക്കൻ, അതുപോലുള്ള ഈ പൊരിച്ച മീൻ, മദ്യം, പിന്നെ ലഡു, ജിലേബി, ഇതുപോലുള്ള പഴങ്ങളിലൊക്കെ കദളിപ്പഴം, കപ്പപ്പഴം, ഇങ്ങനെയുള്ള നേന്ത്രപ്പഴം ഇതിനകത്തൊക്കെ ജപിച്ചൊക്കെ കൊടുക്കാറുണ്ട്. നാരങ്ങ, നാളികേരം, മുട്ട,
ഒരുപാട് സംഭവം ഇതൊക്കെ ജപിച്ചു കൊടുക്കും. ഇതൊക്കെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഇത് നിർബന്ധപൂർവ്വം ആ ഒരു ജീവിച്ചിരിക്കുന്ന ശരീരത്തിലേക്ക് ചെല്ലുമെന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അവസാനം ഈ പെൺകുട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഇതിനെ ഒഴിവാക്കിയൊക്കെ കൊടുത്തു. പിന്നെ അവിടെ വലിയ അടികലശലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഈ പൂജ നടക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ, അതായത് ഈ മരുമകളുടെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പിന്നെ വേറെ വീടൊക്കെ സ്ഥലവും വീടും ഒക്കെ വാങ്ങിച്ച് അങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇവർ രണ്ടുപേരെയും, അതായത് ഈ മകനെയും ഈ മരുമകളെയും, ഏത് മരുമകളെ ഇവരെ ഈ പ്രേതത്തിനെ കയറ്റാൻ ശ്രമിച്ച ഈ അമ്മാവൻ്റെയും കസ്റ്റഡിയിൽ നിന്നും അവർ വേറെ വീടൊക്കെ പുതിയത് വാങ്ങിച്ച് വീടൊക്കെ വെച്ചു. അങ്ങനെയൊക്കെ അവർ മാറ്റിച്ചു. പക്ഷേ ഈ മകനും എന്നെ തയ്യാറായി. കാര്യം ഇനിയും എൻ്റെ ഭാര്യയ്ക്ക് ഇത് കണക്ക് അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് കണക്ക് വല്ല പ്രായത്തിനെ കൊണ്ട് കലക്കി കുറുക്കി ഒഴിച്ചു കൊടുക്കില്ല എന്ന് അവനൊരു പേടിയുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മാറി ഈ അമ്മാവനും, അതായത് ഈ സ്ത്രീയുടെ സഹോദരനും സപ്പോർട്ടായിരുന്നു. ഇനി നീ ഇവിടെ താമസിക്കരുത്, കാര്യം ഇങ്ങനെയുള്ള ടീമുകളാണ് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെൺകുട്ടിയെ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും പൂജ കഴിഞ്ഞ് സാധനങ്ങൾ നുള്ളിപ്പറക്കി അവർ നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടി സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ സമയത്ത് ചോദിച്ചു, തുപ്പിയാളിനെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം സാമൂഹികന് മനസ്സിലായില്ല, അതൊരു പ്രേതമാണെന്ന് മനസ്സിലായി. അത് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അത് പിന്നെ ഒരിക്കലും നമ്മൾ ഒഴിഞ്ഞു പോകുമ്പോൾ സത്യം ചെയ്യിപ്പിച്ചിട്ട് വിടും. ഒരിക്കലും അത് സത്യം ചെയ്യുന്ന സത്യമായിട്ട് ചെയ്യാറില്ല, അത് കള്ളത്തരമാണ്. പക്ഷേ അതിന് ചില രീതികൾ കൂടി ചെയ്യിക്കാം. പക്ഷേ അതിന് നമ്മൾ മറ്റ് പല രീതികൾ ഒരുപാട് നമുക്ക് പുറത്തു പറയാൻ പറ്റുന്ന ഒരുപാട് രീതികളാണ്. പുറത്തു വെച്ചാൽ വൃത്തികെട്ട രീതിയെന്നല്ല, മറ്റുള്ളവർ മനസ്സിലാക്കാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങൾ, സാത്വികമായ കാര്യങ്ങൾ തന്നെ സാത്വികമായിട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള രീതിയിൽ ചെയ്ത് ഇതൊരു നെഗറ്റീവാണല്ലോ. ഇപ്പം ഈ നിൽക്കുന്ന ആത്മാക്കൾ, പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. പക്ഷേ അതിന് നമുക്ക് വളരെ പെട്ടെന്നും വളരെ ശക്തിയായിട്ടും അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അത് 90-120 ദിവസത്തിനുള്ളിൽ വരുന്ന 12 അല്ലെങ്കിൽ 16 ദിവസം കൊണ്ടുള്ളൊരു പ്രക്രിയയാണ്. അതിൽ കൂടി നമുക്കിതിനെ എത്ര വലിയ നെഗറ്റീവാണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും പിന്നീട് ഒരിക്കലും മനുഷ്യരാശിക്ക് ഒരു വിധത്തിലും ദോഷകരമായി വരില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് മാറ്റിയതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ ഇങ്ങനെയുള്ളതിനൊക്കെ പിടിച്ച് നമ്മളിതിനെ മായാവിയിലെ കുപ്പിയിലാക്കും പോലെ വീണ്ടും കുപ്പിയിലാക്കി വെച്ച് അടുത്ത വരുമ്പോൾ അടപ്പ് തുറന്ന് വിട്ടുകൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നായാലും ഇപ്പം ഞാനാണ് ചെയ്യുന്നത്, ഞാനും എൻ്റെ സന്തതി പരമ്പരകൾ അവർ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു ദ്രോഹം നമ്മൾ ചെയ്യരുത്. അതൊക്കെ ദുഷ്കർമ്മങ്ങളാണ്. ഒരിക്കലും ഒരു പ്രേതത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു നമുക്ക് ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ശക്തിയെ കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഇതുപോലുള്ള ശക്തികളെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കരുത്. അത് എന്നായാലും നമുക്ക് തിരിച്ചടിയണം. സാത്വികമായ രീതിയിൽ ഇത് മാറ്റിയാൽ ഒരിക്കലും പിന്നെ ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരില്ല. എന്തായാലും ഒരു കാര്യം സംഭവിച്ചു, ആ മകനും മരുമകളും അവിടെ നിന്ന് മാറിപ്പോയി, അവർ വേറെ താമസിച്ചു. പിന്നെ എന്തായെന്ന് ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രേത അനുഭവ സംഭവങ്ങൾ. അപ്പോൾ ഇതിനകത്ത് പേടിക്കാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഈ പെൺകുട്ടിയുടെ ശരീരത്തേക്ക് പ്രേതം വന്നിട്ട് അവിടെ കാണിച്ച ഒരുപാട് കോലങ്ങളെന്ന് വെച്ചാൽ അത് നമുക്ക് പേടിയുണ്ടാക്കുന്നത് തന്നെയായിരുന്നു അവർ പറഞ്ഞപ്പോഴത്തേക്കൊക്കെ. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നിയത്, ഞാനത് ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ ഈ അച്ഛൻ്റെ അമ്മയുടെയും ഈ ഒരു മുഖഭാവമാണ്. കാര്യം അവർ മരുമകൾക്ക് വേണ്ടി ചെയ്തത്, അതാണ് ഞാൻ പറഞ്ഞത്, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ കണക്ക് സ്വന്തം മകൾക്ക് തന്നെ അത് തിരിച്ചടിയാവുകയും പിന്നെ ഇത് പുറത്തറിയുമോ എന്നൊരു പേടി. അതുകൊണ്ടാണ് വീണ്ടും ഇവരും ആ ആളിൻ്റെ അടുത്ത്, മന്ത്രവാദിയുടെ അടുത്ത് തന്നെ പോകാമെന്ന് ഇവർ ശാഠ്യം പിടിച്ച കാര്യം. അങ്ങേരല്ലേ കൊണ്ടുപോകും, അപ്പോൾ അങ്ങേരെ കൊണ്ട് തന്നെ ഒഴിവാക്കിക്കുക എന്നുള്ളത്. പക്ഷേ അയാൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് നല്ല കാര്യത്തിനൊന്നും ഇതിനൊക്കെ ഒഴിപ്പിലൊന്നിനും ആരും അങ്ങേടത്ത് അത് കൊണ്ടുപോകാറില്ല. അതുകൊണ്ടാണ് വീട്ടുകാരും കൊണ്ടുപോകാൻ സഹോദരനും അമ്മാവനൊന്നും സമ്മതിക്കാത്തതും പിന്നെ ഞങ്ങൾക്ക് അവിടെ ചെല്ലേണ്ടി വരുന്നതും. ഈ കാര്യങ്ങളെല്ലാം ഈ ഉള്ളി പൊളിക്കും പോലെ എല്ലാ കാര്യങ്ങളും പുറത്തു അവസാനം പൊളിച്ചു വന്നപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി. എന്തായാലും അതെല്ലാം വളരെ ഭംഗിയായി തന്നെ നമ്മൾ പൂർത്തിയാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രേതാനുഭവങ്ങൾ നമ്മൾ പേടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കേൾക്കരുത്, കാണരുത്. അതിനെ നമ്മൾ പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ളവർ ഇതിനെക്കുറിച്ച് ഓരോന്നിനും പഠിച്ചുകൊണ്ട് ഓരോ അനുഭവങ്ങളും നമ്മൾ പറയുന്നതൊക്കെ തിരുത്തി പറയേണ്ടുന്ന ആ അവസ്ഥകളുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ള പ്രേതത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 2 ഉദ്ദേശമാണ് കേട്ടോ. ഒന്ന്, പേടിക്കാതിരിക്കാനും ഒക്കെയാണ്. കാര്യം നമ്മൾ പല നേടാട്ടങ്ങളെ കാണുമ്പോൾ പ്രേതമൊന്നും തോന്നും. രാത്രി വാഴയില നിലാവിൽ കിടന്ന് ആടുമ്പോൾ നമുക്ക് തോന്നും ആരോ പ്രേതം നിന്ന് കയ്യാട്ടി വിളിക്കണമെന്നൊക്കെ തോന്നും. അപ്പോൾ അതൊരു തോന്നലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്ന് കയ്യാട്ടിയാൽ അങ്ങനെ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാനിത് പറഞ്ഞത്. ഒരു അടിസ്ഥാനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉള്ള സത്യം പറയാം, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ കണ്ടിട്ടുള്ള ഒരു സത്യസന്ധമായ തെളിവ് പറയുമ്പോൾ, ഇതിന് മുമ്പ് 2-3 എപ്പിസോഡിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒന്നാണ്, ഒരേ പ്രേതത്തിന് ഒരു 10-15 വീട്ടിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആ
വീട്ടിൽ പലരും കാണുന്നുണ്ട്, ഒരേ സമയത്ത് പലരും കാണുന്നുണ്ട്, ഒരു രൂപമായിട്ട് പലപ്പോഴായിട്ട് പലരും കാണുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ അനുഭവമല്ല, ഒരു സംഘം ആൾക്കാരുടെ അനുഭവങ്ങൾ വരെ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ ഒരു 3-4 എപ്പിസോഡിന് മുമ്പാണ് തോന്നുന്നത് ഞാനത് ഇതെന്നൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രേത അനുഭവങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഭയമില്ലാതെ കേൾക്കണം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കാരണം മനുഷ്യനുണ്ടെങ്കിൽ പ്രേതമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ നേരിട്ടേ പറ്റൂ, നമുക്കതിന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. അത് ഒളിച്ചോടാന്ന് വെച്ച് അതിനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഒളിച്ചോടിയിട്ട് നമ്മൾ എവിടെ പോയാലും ഈ സാധനം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളിതിനെ മനസ്സിലാക്കുക, എങ്ങനെ പ്രതിരോധിക്കണമെന്ന് മനസ്സിലാക്കുക. നമുക്ക് കോവിഡ് വന്നപ്പോൾ റംബുട്ടാൻ്റെ ഒരു പടം കാണിച്ചിട്ട് ഇത് കോവിഡ് ആണെന്ന് പറഞ്ഞു, വൈറസ് ആണെന്ന് പറഞ്ഞു. അതിന് നമ്മൾ കണ്ടിട്ടില്ല, ഈ പഴത്തിൻ്റെ ഈ റംബുട്ടാൻ്റെ ഫോട്ടോയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നിട്ട് നമ്മൾ ഒളിച്ചോടി മാസ്ക് വെച്ചു, സാനിറ്റൈസർ ഉപയോഗിച്ചു, സാമൂഹിക അകലം പാലിച്ചു ഒക്കെ ചെയ്തു. കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ ഭയന്നു, പ്രതിരോധിച്ചു. അതുപോലെ ഇതിനെ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കരുത്. കണ്ടില്ലെങ്കിലും ഈ തരം സാധനങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതിന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളതിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞിരിക്കണം. അപ്പം എന്നെപ്പോലെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണരുത്. ഭയമില്ലാതെ ധൈര്യപൂർവ്വം കാണാൻ പറ്റുന്ന പ്രേത അനുഭവ സംഭവങ്ങൾ അതൊന്നും നിങ്ങൾ മിസ്സാക്കി കളയരുത്, കാണണം. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്നാലേ കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് അറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ദിവസവും സമയവും കൃത്യമാക്കിയതിന് ശേഷം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. അഥവാ ഒരുപാട് പേര് പരാതി പറഞ്ഞ് വിളിച്ചിട്ട് എടുത്തില്ല എന്ന്, തിരക്കുള്ളതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. പക്ഷേ എടുത്തില്ലെങ്കിലും കൃത്യമായിട്ട് മിസ് കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഉറപ്പായിട്ടും ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.